അതേസമയം വയനാട്ടിലെ കാട്ടാന ആക്രമണ വിഷയം ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കാനിരിക്കുകയാണ്. ടി സിദ്ദിഖിന്റെ അടിയന്തര പ്രമേയ നോട്ടീസായി ആകും വിഷയം സഭയിൽ വരിക. ബജറ്റിന്മേലുള്ള പൊതുചർച്ചയും ഇന്ന് തുടങ്ങും. 3 ദിവസമാണ് ബജറ്റ് ചർച്ച. കൃഷിയൊഴികെ CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ബജറ്റിൽ കാര്യമായ പരിഗണന കിട്ടിയില്ലെന്ന പരാതി ചർച്ചകളിൽ പ്രതിഫലിക്കാനും സാധ്യതയുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ, ഈ വയനാട്ടിൽ കടുവയായാലും പുലിയായാലും ആനയായാലും ജനജീവിതം ദുസ്സഹമാക്കുന്ന ഒരു സാഹചര്യമാണ്. ഓപ്പറേഷൻ മഗ്ന അവിടെ തുടരുകയാണ്. ആ സാഹചര്യത്തിലാണ് ആ വിഷയം സഭയിലേക്ക് കൂടി എത്തുന്നത്. ശാശ്വത പരിഹാരം എന്ന ഒരു ആവശ്യം ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആശ്വാസധനം നൽകുന്നതിനപ്പുറമുള്ള ശാശ്വതമായ പരിഹാരം ഇതിന് വേണമെന്നതാണ് ജനങ്ങൾ പറയുന്നത്. ഈ സഭയിൽ ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടോ? ആ ഗൗരവത്തിൽ സഭ ഈ വിഷയം പരിഗണിക്കുമോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ജനക ഈ സഭാ സമ്മേളനം ആരംഭിച്ചതിന് ശേഷം തുടർച്ചയായി ഇത്തരത്തിൽ വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു സംഭവമുണ്ട്. നേരത്തെയും ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ബജറ്റിലടക്കം വന്യജീവി ആക്രമണങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഒരാളുടെ ജീവനെടുക്കുന്ന തരത്തിലേക്ക് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ആ പശ്ചാത്തലത്തിലാണ് ടി സിദ്ദിഖ് MLA അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അനുമതി തേടുന്നത്. അതായത് വയനാട്ടിലെ വന്യജീവി ആക്രമണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യവുമായിട്ടാണ് പ്രതിപക്ഷം സഭയിലെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ബജറ്റിന്മേലുള്ള പൊതു ചർച്ചയാണ് ഇന്ന് പ്രധാനമായും അജണ്ടയിലുള്ളത്. അവിടെയാണ് ഇത്തരത്തിലൊരു അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷത്തിന്റെ നീക്കം. അവിടെ എന്ത് തരത്തിലുള്ള നിലപാടായിരിക്കും സർക്കാർ സ്വീകരിക്കുക എന്നതാണ് ശ്രദ്ധേയം. അതായത് ഇതിന്മേലൊരു ചർച്ചയിലേക്ക് അല്ലെങ്കിൽ പൊതുവായി അംഗങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള അവസരമുണ്ടാകും. അതിനപ്പുറത്തേക്ക് ഇത് അടിയന്തര പ്രമേയം പരിഗണിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും വലിയ ജനരോഷം വയനാട്ടിൽ ഈ സർക്കാരിന്റെയും പ്രതിനിധികൾക്കും ഒക്കെ എതിരെ, ഉദ്യോഗസ്ഥർക്കെതിരെ ജനരോഷം പുകയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല സർക്കാരിന്. അതുകൊണ്ട് തന്നെ കൃത്യമായി സഭയിൽ അതിന് മുഖ്യമന്ത്രി അടക്കം ഏത് തരത്തിലായിരിക്കും മറുപടി നൽകുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. ഈ ഭക്ഷ്യവകുപ്പുമായി ബന്ധപ്പെട്ട ഉയരുന്ന ചോദ്യങ്ങൾക്കാണ് മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരടക്കം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ വിഷയം സഭയിൽ വരുന്നു. ടി സിദ്ദിഖ് MLA ആണ് അടിയന്തര പ്രമേയമായി വിഷയം സഭയിൽ കൊണ്ടുവരിക. ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ കാണാം.